അല്ല ഫേസ്ബുക്കിൽ പറയാൻ കാരണം തന്നെ ഈ നേതൃത്വത്തിൽ നമ്മൾ സാധാരണപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തനം സംബന്ധിച്ചോളം ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാർക്കെല്ലാം ഉപരി ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമാണ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. അല്ല രാഹുലിനെ മാറ്റി നിർത്തി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ അതിന് നിയമപരമായി നേരിടാനും അതിന് പറ്റിയ ശിക്ഷ അറിയിക്കാനും അതെല്ലാം ഉപരി അതല്ല ഇരിക്കട്ടെ. പക്ഷേ രാഹുലിൻ്റെ വിഷയമല്ല. പക്ഷേ ഈ നേതൃത്വം ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ആ നടപടി ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വി ഡി സതീശനാണ് ഈ കാര്യത്തിൽ ഒരു അടുത്ത നിലപാടെടുത്തുള്ളൊരു വിമർശനം സൈബർ ഇടങ്ങളിലൊക്കെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അതിനെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു, താൻ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല എന്ന്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരാളിനും പറയല്ല. ഞാൻ നേതാക്കന്മാരോട് നമുക്ക് സാധാരണപ്പെടത്തോളം ഏറ്റവും ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. ഒരു സാധാരണ ഒരു ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭാ കൗൺസിലർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് പ്രവർത്തിക്കുന്ന അതിനും താഴെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒന്നൊന്നും ആകാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ പാർട്ടികളിൽ നിന്നും ഒന്നൊന്നും ആകാത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കടമ്പ അവർക്കുണ്ട്. ആ പ്രതിരോധത്തിന് കോട്ടം വരാത്ത രീതിക്കുള്ള ആ ഒരു തീരുമാനം ആയിരിക്കണം എന്ന് മാത്രമേ. അല്ല, അദ്ദേഹം ഒരു സാമാജികനാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ള ഒരുപാട് പേര് സംവിധാന അവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ്. അദ്ദേഹത്തെ കാല് കുത്താൻ പറ്റില്ല, കൈ കുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. അദ്ദേഹം സുരക്ഷ കൊടുക്കേണ്ടത്. പിന്നെ അത് ഉറപ്പല്ലേ, അദ്ദേഹം തെറ്റ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ അതൊരു കോൺഗ്രസ് കൗൺസിലറാണ് പറയുന്നത് കവചം തീർക്കുന്നു. അതിലൊരു നീതികേടില്ല, അല്ലെങ്കിൽ ഒരു ശരികേടില്ലേ ഇതിൽ? അല്ല, അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു കാര്യം, അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നമ്മുടെ പാലക്കാടിലെ ഒരു MLA കൂടിയാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിയമസഭയിൽ സംവാദിക്കാൻ വേണ്ടി ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കാല് കുത്താൻ പാടില്ല, കൈ കുത്താൻ പാടില്ല പറയുന്നതൊക്കെ അതൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചാൽ CPM-ഉം BJP-യും CPM-ഉം തടഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം നൽകൂ എന്നല്ലേ പറഞ്ഞത്? അവരിൻ്റെ എല്ലാം ശരി വെക്കാൻ പറ്റുമോ? അവരിൻ്റെ പണി എന്താ? പ്രതിപക്ഷത്തിൻ്റെ പണി. അവർ ഇവിടെ ജയിച്ചിരിക്കുന്നത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം BJP-ക്ക് CPM-ഉണ്ട്. കോൺഗ്രസ് പുറത്താക്കിയാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരള പോലീസിനാണ്. പോലീസ് ഒരുക്കും. അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാല് കുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തെ സുരക്ഷ ഒരുക്കും. നേതാക്കന്മാരിന്റെ തീരുമാനത്തിൽ തള്ളി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ചത്, ഞാൻ ഫേസ്ബുക്കിലൂടെ ഉദ്ദേശിച്ച കാര്യം, അതായത് അദ്ദേഹത്തെ ഈ ഒരുപാട് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭാവികൾ, കോൺഗ്രസ് അനുഭാവികളുണ്ട്. അവരുടെ ആ ഒരു വീര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ഉള്ളത്, അതായത് സംരക്ഷണം നൽകുമെന്ന് കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് ചോദിക്കുമ്പോഴും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ അനുഭാവികൾ സംരക്ഷണം നൽകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വങ്ങൾ പറയുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ എല്ലാവരും നിൽക്കുള്ളൂ. നേതൃത്വം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മാറില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം ഇങ്ങനത്തെ ഒറ്റയ്ക്കുള്ള ആ ഒരു കടന്നാക്രമണം, അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കടന്നാക്രമണം ശരിയല്ല, പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം രീതിക്ക്. അല്ല, അങ്ങനല്ല, നിങ്ങളത് അങ്ങനെ വളച്ചൊടുക്കരുത്. ഞാൻ പറയണത് നേതൃത്വം, പാലക്കാട് DCC നേതൃത്വം പറഞ്ഞ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പക്ഷെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിന് കാലുകുത്തം. ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. പോലീസ് ഒരുക്കണം. അതിലിപ്പോൾ ഒരു കാര്യമുള്ളതില്ലേ, ഇപ്പം BJP-യും CPM-ഉം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രാഹുലോട് വന്നാൽ വലിയ തരത്തിലുള്ള സമരം ഉണ്ടാവും, തടയുമെന്നുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതും. കോൺഗ്രസ് ഏതാണെങ്കിലും നിലവിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പം അങ്ങനെ വരികയും തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ സംരക്ഷണം നൽകുമെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഇല്ല, അവരുടെ BJP-ന് CPM-ന് പണി അവർ ചെയ്തോട്ടെ. CPM-ന് BJP-ന് പണി എന്താ? അവർ പ്രതിരോധം തീർക്കുക എന്നുള്ള ഇതാണ്. അവർക്ക് മുഖം രക്ഷപ്പെടുത്താനുള്ള ഒരു കാര്യമാണ്. അവർ ചെയ്യും. ബാക്കി വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ ബാക്കി രീതിക്ക് പോകും. ഞാൻ പാർട്ടി ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അപ്പോൾ പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്താൽ ആ ഒരു പാർട്ടി പ്രസിഡന്റ് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം എടുത്താൽ ആ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ എൻ്റെ വികാരം പറയുന്നത് എൻ്റെ സാധാരണപ്പെട്ടവരുടെ വികാരമാണ്. സാധാരണ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരമാണ് പറഞ്ഞത്. നമുക്ക് എല്ലാം തെളിയാൻ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമസഭ അകത്ത് എത്ര സാമാജികർ പീഡനക്കേസിൽ പ്രതിയായ ആളുകൾ ഇരിക്കുന്നുണ്ട്.
ആ പീഡനക്കേസിൽ പ്രതികളായ വക്താക്കളാണ് വന്നിട്ട് ഈ ഒരാളെ ക്രൂശിക്കുന്നത്. അത് അവർ പറയുന്ന രീതിയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ അതിനെല്ലാം ഒരു സമയത്തിന് മുമ്പ് എല്ലാം കൂടി എടുത്തു ചാടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ആ ഒരു തീരുമാനത്തോടുള്ള ആ ഒരു വിയോജിപ്പ് കുന്നപ്പള്ളിയും എം വിൻസെന്റ് അടക്കമുള്ള ആളുകൾ ഈ ആരോപണം നേരിട്ട ആളുകളാണ്. അവർക്ക് സംരക്ഷണം നൽകുന്നു. രാഹുലിനെ തള്ളി മുകേഷ് CPM-ന്റെ MLA കൂടിയാണ്. അദ്ദേഹം ഇതേപോലെ പീഡനക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വിൻസെന്റ് അല്ല, മുകേഷ് നിയമസഭേൻ്റെ അകത്തല്ല ഇരിക്കുന്നത്. എങ്ങനെ ഇത് അങ്ങനെയല്ല. നിങ്ങളിത് എങ്ങനെ അതല്ല, ഇത് ഫുട്ബോൾ മാച്ചൊന്നും അല്ലല്ലോ. രണ്ടെണ്ണം അങ്ങോട്ട് ഒരു ഗോൾ അടിക്കണം, ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ സ്വീകരിക്കണം പോലീസ്. പക്ഷെ ഇതുവരെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള രീതിക്കൊന്നും വന്നിട്ടുണ്ട്. രാഹുൽ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ. രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫമേഷൻ കൊടുത്തൂടെ? ഈ ചാനലുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ ഡിഫമേഷൻ കൊടുത്തൂടെ? രാഹുൽ ഇതൊന്നും എന്താ ചെയ്യാത്തതെന്നാണ്. എല്ലാത്തിനും അതിൻ്റെ സമയം കൊണ്ട് ദാസാവരണ പോലെ അതിനൊക്കെ സമയങ്ങളിൽ അതല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. അതൊക്കെ അദ്ദേഹം ചെയ്തിരിക്കും. അതോടൊപ്പം KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഈ നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഫേസ്ബുക്കിലൂടെ ഏതൊക്കെയോ ആളുകൾ പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ട ആരും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മൻസൂർ ഇപ്പോൾ നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ കൗൺസിലറാണ്. അപ്പോൾ പിന്നെ ഈ KPCC പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന ആളാണ്. അപ്പോൾ പല വിഷയങ്ങളും പല തരത്തിൽ പല കോണുകളിൽ നിന്നും പല ആളുകളും നമ്മുടെ അതിൻ്റെതായ ഒരു വികാരങ്ങൾ നമ്മളോട് അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാഹുൽ തിരിച്ചു വരുന്നത് ഇത് തീരുമാനം അങ്ങനെയുള്ള ആ വികാരം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ള എന്നെ സംബന്ധിച്ചോളം എല്ലാവരും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, നിയമ നടപടി സ്വീകരിക്കണം. അതിന് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിനോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അല്ല, ജനങ്ങൾ ഇതിന് ഒരു തെളിവും ഇല്ലല്ലോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ ചോദിക്കുന്നത് ഇത് ഇത്രയായിട്ട് ഒരു തെളിവോ പരാതിക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ആ കുട്ടിയെ ക്രൂശിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അല്ല, ഓഡിയോ സന്ദേശം വന്ന് പരാതിപ്പെടാൻ അവർ ഇനി രംഗത്ത് വന്നിട്ടില്ലല്ലോ. ഓടി വിട്ട ആൾക്കാർ പരാതിപ്പെടാൻ വന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സ്പീക്കർക്ക് കത്തും കൊടുത്തു. അത് ആ ഒരു രീതി രാഹുൽ പൂർണ്ണമായിട്ട് തള്ളുന്നതാണ് എന്നാണ് തോന്നുന്നത്. അല്ല, അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം നിലപാടെടുക്കേണ്ട, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, നമ്മൾ അത് പറയാനൊന്നും ആളല്ല. പക്ഷേ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ആശങ്ക പ്രശ്നങ്ങളുണ്ട്. ആ ആശങ്ക പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയുന്നത്.